ഗവർണർ എത്രത്തോളം ഭരണഘടനാ വിരുദ്ധമാകുന്നു അത്രത്തോളം തീവ്രമായിരിക്കും നമ്മുടെ സമരവും. ഭരണഘടനാ വിരുദ്ധമായി ഗവർണർ പ്രവർത്തിക്കുന്നതല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരില്ല. ഭരണഘടനാ വിരുദ്ധമായാണ് നിലവിൽ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, സംഘപരിവാർ നേതാക്കന്മാരുടെ ഫോട്ടോ രാജ്ഭവനിൽ സ്ഥാപിക്കുന്നു. അതോടൊപ്പം സംഘപരിവാർ അടയാളങ്ങൾ രാജ്ഭവൻ്റെ പൊതുപരിപാടികളുടെ ഭാഗമാകുന്നു. ഇത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സർക്കാർ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ അവരുടെ വിശ്വാസത്തിന്, അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി അവർ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രജ്ഞന്മാരെ കാൾമാർക്സിനെയും എംഗൽസിനെയും ലെനിനെയും സ്റ്റാലിനെയും ഒക്കെ വെച്ചാൽ അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട്, അവരുടെ അടയാളങ്ങളുണ്ട്, അവരുടെ നേതാക്കന്മാരുണ്ട്. അത് അവരുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ്. പക്ഷെ ആ പൊളിറ്റിക്കൽ പ്രോഗ്രാമിനെ ഭരണഘടനാവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ഒഫീഷ്യൽ പ്രോഗ്രാമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതിനെതിരെയാണ് ഞങ്ങളുടെ സമരം. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ സമരം ഞങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. രാജ്ഭവൻ്റെ ഭിത്തിയിൽ നിന്ന് ഹെഡ് ഗവർണറും ബോൾവാക്കറെയും എടുത്തു മാറ്റണം. ഭാരതാംബയുടെ RSSൻ്റെ കൊടിയേന്തിയ ഭാരതാംബയുടെ ഫോട്ടോയുമായി പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല. ഇതാണ് നിലപാട്. അത് എപ്പോഴൊക്കെ നടത്തുന്നു അപ്പോഴൊക്കെ ഞങ്ങൾ സമരത്തുണ്ട്. ഗവർണർ തന്നെയാണ് സർവകലാശാല ചാൻസലർ. വലിയ രീതിയിലുള്ള ഇടപെടലുകൾ സർവകലാശാലകൾക്കകത്ത് ഗവർണർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനുള്ള ശ്രമം നടക്കുക. അതിനെങ്ങനെയാണ്? അത് ഏറ്റവും അവസാനം ജന്മഭൂമിയുടെ എഡിറ്ററാണ് കേരള സർവകലാശാലയുടെ സെനറ്റ്. ഇപ്പോൾ നാളെ ശാഖകൾ നടത്തുന്ന ആളുകളെയൊക്കെ നാളെ സർവകലാശാല VC-മാരാക്കാൻ ഇവർ തീരുമാനിച്ചാൽ അതും കാണേണ്ടി വരും കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. ആരെ സർവകലാശാല VC ആക്കും, ആരെ വൈസ് ചാൻസലറാക്കും, പ്രോ VC ആക്കും എന്നൊക്കെ തീരുമാനിക്കുന്നതിന് പ്രത്യേക സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസ്, ലീഗ്, RSS താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവർക്കാർക്കും സമരമില്ല. ഇപ്പോൾ ഗവർണർ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇവർക്കാർക്കും ഒരു അഭിപ്രായമില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണ്? ഇവരുടെ ആളുകൾ കൂടി ഇതിൻ്റെ ഭാഗമായി സെനറ്റിലും സിൻഡിക്കേറ്റിലും ചിലയിടങ്ങളിലൊക്കെ VC-മാരുടെ രൂപത്തിലിരിക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. ഇപ്പോൾ കേരളത്തിലിപ്പം MG യൂണിവേഴ്സിറ്റി ഒഴിച്ച് ബാക്കിയെല്ലാ യൂണിവേഴ്സിറ്റികളിലും താൽക്കാലിക VC-മാർ നിലനിൽക്കുകയാണ്. ആ താൽക്കാലിക VC-മാരെ നിയമിച്ചിട്ടുള്ളത് സംഘപരിവാറാണ്. അപ്പോൾ അവരുടെ അജണ്ടക്കനുസരിച്ചാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ പരിപാടികളിൽ ദേശവിരുദ്ധതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ദേശവിരുദ്ധത എന്ന് ഉദ്ദേശിക്കുന്ന സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള പരിപാടി ഉണ്ടെങ്കിൽ അത് ദേശവിരുദ്ധമാണ്. അപ്പോൾ ഇന്നലെ പ്രോട്ടോക്കോൾ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിരുന്നു. പ്രോട്ടോക്കോളെന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കരുതെന്നാണ് രാജ്ഭവനോട് പറയാനുള്ളത്. കാരണം ഈ രാജ്യം രൂപീകരിച്ചത് തന്നെ നിയമ നിരോധനങ്ങളിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് പോലെയുള്ള സമരങ്ങൾ നടത്തിയാണ് നമ്മൾ ഈ രാജ്യം രൂപീകരിച്ചെടുത്തത്. സ്വാതന്ത്ര്യ സമരം നടന്നത് തന്നെ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ചോദ്യം ചെയ്ത് തന്നെയാണ്. അനീതിക്കെതിരെ എല്ലാ കാലത്തും ചോദ്യങ്ങൾ ഉയർന്നിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ നിലയിൽ രാജ്യത്തെ എല്ലാ മനുഷ്യരുടെയും, രാജ്യത്തെ 138 കോടി ജനതയുടെയും അടയാളമൊന്നുമല്ല ഭാരതാംബ, അതും കാവിക്കൊടിയേന്തിയ ഭാരതാംബ. അപ്പോൾ അത് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തിരുത്തും. സംഘപരിവാർ തിരുത്തിയില്ലെങ്കിൽ തിരുത്തിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധത്തിൽ ഞങ്ങളുണ്ടാകും. ഗവർണർ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സർവകലാശാലയിലെ നിയമങ്ങൾ, ആ നിയമങ്ങളിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ പെട്ടെന്ന് സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു സ്ഥിതിഗതി കേരളത്തിൽ ഉണ്ടാവില്ല. ഞങ്ങൾ അവിടങ്ങളിലൊക്കെ ഇടപെടും. ശക്തമായ സമരകേന്ദ്രങ്ങളായി സർവകലാശാലകളും ഈ രാജ്ഭവനും ഉൾപ്പെടെ മാറും. ഈ നിലപാടിൽ നിന്ന് അവർ പുറകോട്ട് പോകുന്നില്ല എങ്കിൽ. അത് ഞാൻ പറഞ്ഞു, ഗവർണർക്ക് തീരുമാനിക്കാം. ഗവർണർ ഈ നിലപാടിൽ നിന്നൊക്കെ പുറകോട്ട് പോയാൽ ഞങ്ങൾക്ക് വേറെ അഭിപ്രായമില്ല. ഗവർണർക്ക് എന്താ അധികാരം? ആ അധികാരത്തിൽ നിൽക്കണം. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചയുടെ ബാക്കി പത്രത്തിൻ്റെ ഭാഗമായാണ് ഗവർണർഷിപ്പൊക്കെ വരുന്നത്. അപ്പോൾ അവസാനത്തെ കാലത്ത് അവരുടെ സംഘടന കൊല്ലിത്തിട്ടിരിക്കുന്ന ഒരു അംഗീകാരത്തെ ഉപയോഗിച്ച് ഒരു സർക്കാരിനെ അട്ടിമറിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. RSSകാരാണ് ഇരിക്കുന്നത്. എന്നാൽ ആ ഇരിക്കുന്ന RSSകാർ അവിടെ വന്ന് ആ സംസ്ഥാനത്തെ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനഹിതത്തിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്, ഈ പറഞ്ഞ ഭരണഘടനയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനത്തിൽ നിന്ന് ഗവർണർ പിന്മാറാത്ത പക്ഷം ഞങ്ങളും സമരരംഗത്തുണ്ടാകും. ഗവർണറുടെ ഡ്യൂട്ടി മാത്രം എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വേറൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. അത് ചെയ്യണം, അതിലൊന്നും മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആർട്ടിക്കിൾ പ്രകാരമുള്ള ഗവർണർ അധികാരം പ്രകാരമുള്ള അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനും ഗവർണർ തയ്യാറാണ്. സർക്കാരിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ. ആ ആർട്ടിക്കിളിൽ നിന്ന് അയാൾ അദ്ദേഹം പുറകോട്ടാണ്. അത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കപ്പെടണം. അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ദേശീയ സമ്മേളനം അപ്പോൾ അതിലെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഗവർണർമാരുടെ
ഇടപെടലിനെയോ അല്ലെങ്കിൽ VC-മാരുടെ ഇടപെടലിനെയോ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ദേശീയ സമ്മേളനത്തിൽ? സംഘപരിവാർ റെജിമിൻ്റെ കാലത്ത് ഏറ്റവും വലിയ സമരകേന്ദ്രമായി മാറിയ സ്ഥലമാണ് കേരളം. ഈ കേരളത്തിൽ ഗവർണർ നടത്തിക്കൊണ്ടിരുന്ന, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് നടത്തുന്നുണ്ട്, മറ്റ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ സംസ്ഥാന സർക്കാർ സംഘപരിവാർ നിയന്ത്രിത സർക്കാർ അല്ലാതിരിക്കുന്നു അവിടെയൊക്കെയും ഗവർണർമാർ ഇടപെടുന്നുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെയുള്ള പ്രതിനിധികൾ കടന്നു വരുന്നുണ്ട്. പൊതുവിൽ തന്നെ സർക്കാർ ഇപ്പോൾ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്, കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് സംഘപരിവാർ അജണ്ടകൾ എങ്ങനെ സർവകലാശാലയുടെ പൊതുനിയമമാക്കണം എന്നുള്ള നിലയിലാണ്. അത് നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഞങ്ങളത് വിശദമായി ചർച്ച ചെയ്യും. ഓൾ ഇന്ത്യ കമ്മിറ്റി അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ കൃത്യമായി സമരരംഗത്ത് വരും. ഈ സമ്മേളന കാലയളവിലാണ് നമ്മൾ രാജ്ഭവനിലേക്കൊക്കെ വലിയ സമരവുമായി വന്നിട്ടുള്ളത്. തീർച്ചയായും പുതിയ സമരകേന്ദ്രങ്ങൾക്ക്, പുതിയ സമരമുദ്രാവാക്യങ്ങൾക്ക് രൂപീകരണം കൊടുത്തുകൊണ്ട് രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന സംഘപരിവാർ റെജിമിനെതിരെയുള്ള വലിയ സമരമുദ്രാവാക്യങ്ങൾ രൂപീകരിക്കുന്ന ഒരിടമായി കോഴിക്കോട് ഈ വരുന്ന ദിവസങ്ങളിൽ മാറും.